ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിക്കും കുർത്തി തയ്ക്കാനും ഒരുപോലെ വരുന്ന ഒരു ഡിസൈൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് ഇത് തയ്ക്കുന്നത്. ഒരുപാട് നാളെ ഈ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു കോട്ടൻ്റെ ടോപ്പ് തയ്ക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇങ്ങനെ മെറ്റീരിയൽ കൈ കിട്ടിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോയും കൂടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു നൈറ്റി ബിറ്റാണ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്നാണ് വെട്ടി തുടങ്ങുന്നത്. അവിടെ ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വരച്ചു കൊടുക്കാം. ഞാൻ 6.5 ഷോൾഡർ എടുത്തിരിക്കുന്നത്. ആം ഹോളും 6.5 എടുത്തിരിക്കുന്നത്. അതുപോലെ ചെസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 9 9ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 11 എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ യോക്ക് പാർട്ട് ആട്ടോ ആദ്യം എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വെട്ടണം. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 15 ഞാൻ അറ്റം വരെ ഇങ്ങനെ ഒന്ന് 15 വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ 2 നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം താഴത്തെ വണ്ണം ഞാൻ 10 കൊടുത്തിരിക്കുന്നത്. 8 വണ്ണവും 2 തയ്യൽ തുമ്പും കൂടി കൂട്ടി 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആം ഹോള് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്കേർട്ടും യോക്ക് പാർട്ടും തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വരക്കാനുള്ളത് ഈ താഴത്തുനിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ആലിയ കട്ടിൻ്റെ മോഡലാണ്. നമ്മൾ ഫ്രണ്ടിൽ മാത്രം വരച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നീട് നെക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഞാൻ വി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വീതി എടുത്തിരിക്കുന്നത് 3, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് നെക്കൊക്കെ വരക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. ഫ്രണ്ട് പാർട്ട് മാത്രം ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആലിയ കട്ടിൻ്റെ ഡിസൈൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോള് കർവും ഞാൻ കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിൻ്റെ മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ടിലോട്ട് വന്നാൽ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ടിലാണ് ഇങ്ങനെ അടയാളം ചെയ്യേണ്ടത്. ഒരു 5 ഇഞ്ച് താഴത്തോട്ട് ഇങ്ങനെ നമ്മൾ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റം വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് സ്കേർട്ടിൻ്റെ. 2 കൂടി ഒരുമിച്ച് ചെയ്യരുത്. 2 സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചരിച്ച് നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് ഇതുപോലെ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഈ 15 കൂടി കൂട്ടിയാട്ടോ 48 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാം. എനിക്കപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഞാനൊരു 48 എടുത്തിരിക്കുന്നത്. അപ്പോൾ 15 കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് നമ്മളിത് ഇവിടെ നിന്ന് വേണം എടുക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് താഴത്തോട്ട് 15 കഴിഞ്ഞിട്ടുള്ള ലെങ്ത്തും കൂടി എടുക്കണം. അതെടുത്ത് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ സ്ലീവിൻ്റെ പരിപാടി നോക്കാം. നമുക്ക് താഴത്ത് വന്ന പീസ് വേണം സ്ലീവിന് എടുക്കാൻ വേണ്ടി. അതിനാണ് ഞാൻ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങണമെന്ന് പറഞ്ഞത്. ഈ മടക്കിയ വശം നമുക്ക് സ്ലീവിന് വേണ്ടി വേണ്ടതാണ് കേട്ടോ. നമ്മൾ 10 വീതി ഇറക്കം ലെങ്ത്ത് ഞാൻ കൈയിൻ്റെ ലെങ്ത്ത് ഈ മെറ്റീരിയലിനുള്ള അത്ര എടുത്തിട്ടുണ്ട്. ഞാൻ വീതി എടുത്തിരിക്കുന്നത് 10 കേട്ടോ. 10 വീതി എടുത്ത് നമ്മളിത് ഇതുപോലെ ഇവിടെ ഒരു 8 എടുക്കുന്നുണ്ട്. താഴത്തോട്ടൊരു 3 വരച്ചിട്ട് ആ മടക്ക് വശത്തിൻ്റെ അവിടെ 10 എടുത്ത് അവിടെ ഒരു 3 വരച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെട്ടി ഈ ഡിസൈനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ണം കുറച്ച് ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതുകൊണ്ടാണ് 10 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് കൈക്ക് ഇത്രയും വണ്ണം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം പീസും കൂടി നിങ്ങൾ എടുക്കണം. അതിലോട്ട് നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. നല്ല വശങ്ങളും ചേർത്ത് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഇതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ തയ്യൽ തുമ്പിൽ ചെറിയ ഡോട്ട്സ് കട്ടുകൾ ഇട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചൊന്നിടാം. തിരിച്ചിടുമ്പോൾ നമുക്കത് ഇതുപോലെ വരും. എന്നിട്ട് നെക്കിൻ്റെ അവിടെ കൂടി നമുക്കൊരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അറ്റം വരെ ചെയ്യണം കേട്ടോ ഇതുപോലെ. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മടക്കി ഒന്നും വേണ്ട, വെറുതെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് മടക്കി നെറിവുകൾ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ചെറുത് കിട്ടാൻ വേണ്ടി നൂല് വലിച്ചിട്ടാണ് നെറിവുകൾ ഇടുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു നൂല് പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു നെറിവുകൾ വരും. എന്നിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട് പാർട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നൂലിൽ പിടിച്ച് പൊട്ടാണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി. യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ഇതുപോലെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. എനിക്കപ്പോൾ ഇങ്ങനെ കുഞ്ഞു നെറിവുകൾ ഇടുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് മടക്കി ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ആദ്യം അതൊക്കെ നേരെ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ക്രോസ് പീസ് കിട്ടാൻ വേണ്ടിയാണ്. അതിന് ശേഷം അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു 3 പീസ് മതിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ തുണിയുടെ നീളം അനുസരിച്ച് എത്ര പീസാണോ വേണ്ടത് അത്രയും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്ക് പാർട്ടിലോട്ടൊന്ന് ഈ ക്രോസ് പീസ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തിട്ട് ക്രോസ് പീസ് ഇങ്ങനെ മടക്കി നല്ല വശങ്ങളും ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയിട്ടൊന്ന് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ളത് കൊണ്ട് ഞാൻ തട്ടിക്കൂട്ട് കുർത്തിയൊക്കെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. ചെറിയ തയ്യൽ തുമ്പിൽ ചെറിയ കട്ടുകളൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഷോൾഡറുകൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡറുകൾ ഞാൻ കറക്റ്റായിട്ട് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഷോൾഡർ രണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ചെയ്യേണ്ടത് ആ ക്രോസ് പീസ് ബാക്ക് നെക്കിൽ വെച്ചത് നമുക്കിങ്ങനെ ഒന്ന് മടക്കി തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോഴാണ് ബാക്ക് നെക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ. ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടിലെ യോക്ക് പാർട്ടിലേക്ക് സ്കേർട്ടിൻ്റെ പീസൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരു ലൈൻ ഇട്ടിട്ട് നൂല് വലിച്ചിട്ട് നെറിവുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അത് നമ്മൾ ബാക്ക് പാർട്ടിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് നെറിവുകൾ കൊടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെറിവുകൾ ഇട്ട ശേഷം നമ്മളത് ഇതുപോലെ യോക്ക് പാർട്ടിലോട്ട് നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ജോയിൻ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ 2 ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് നിങ്ങളുടെ കയ്യിൻ്റെ എങ്ങനെയാണോ ടൈറ്റ് വേണ്ടത് ആ അളവിൽ ഇലാസ്റ്റിക് എടുത്തിട്ട് അറ്റത്ത് വെച്ചിട്ട് ഒന്ന് വലിച്ച് പിടിക്കണം. ഏറ്റവും അറ്റത്ത് വരുന്നത് പോലെ വലിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ കുർത്തിയുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഏറ്റവും അടിയിലൊന്ന് മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു കുർത്തി തയ്ച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട്